പ്രിയപ്പെട്ട കുട്ടികളെ, മോഷൻ ഇൻ എ സ്ട്രൈറ്റ് ലൈൻ എന്ന ചാപ്റ്ററിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് മോഷൻ എന്ന ഒരു ഭാഗമാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായി മോഷനുമായി ബന്ധപ്പെട്ട ചില ടേംസുകൾ പരിചയപ്പെട്ടു. ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി, ആക്സിലറേഷൻ തുടങ്ങിയ ടേംസുകൾ നമ്മൾ പരിചയപ്പെട്ടു. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു വസ്തുവിന്റെ മോഷന്, ചലനത്തിന് എങ്ങനെ ഒരു ഗ്രാഫ് ഉപയോഗിച്ചിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നമുക്ക് രണ്ട് രൂപത്തിലുള്ള ഗ്രാഫുകളാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. പൊസിഷൻ ടൈം ഗ്രാഫും വെലോസിറ്റി ടൈം ഗ്രാഫും. അപ്പൊ നമുക്ക് ആദ്യം പൊസിഷൻ ടൈം ഗ്രാഫ് എന്താണ് എന്ന് നോക്കാം. പൊസിഷൻ ടൈം ഗ്രാഫ്. ഇറ്റ് ഈസ് എ ഗ്രാഫ് ഡ്രോൺ കണക്ടിങ് the position taken on y-axis and time taken on x-axis of a particle. ഒരു ബോഡിയുടെ മോഷനുമായി ബന്ധപ്പെട്ട് എക്സ് ആക്സിസിൽ നമ്മൾ ടൈമും വൈ ആക്സിസിൽ പൊസിഷനും അതിന്റെ ഡിസ്പ്ലേസ്മെന്റും എടുത്തിട്ട് നമ്മൾ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ പൊസിഷൻ ടൈം ഗ്രാഫ് എന്ന് വിളിക്കുക. പൊസിഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ഡിസ്പ്ലേസ്മെന്റ്. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് ആണ് നമ്മൾ ഇവിടെ പറയുന്നത്. അപ്പോൾ വൈ ആക്സിസിൽ നമ്മൾ പൊസിഷൻ എടുക്കും, എക്സ് ആക്സിസിൽ ടൈം എടുക്കും. നോക്കൂ, ഒരു എക്സാമ്പിൾ നോക്കാം. ഫോർ എ സ്റ്റേഷനറി ഒബ്ജക്ട്, ഒരു ബോഡി റെസ്റ്റിലാണ്, സ്റ്റേഷനറി ഒബ്ജക്റ്റ് ആണ്. അപ്പൊ റെസ്റ്റിലുള്ള ഒരു ബോഡിയുടെ പൊസിഷൻ ടൈം ഗ്രാഫ് എങ്ങനെയാണ് വരിക? ഇതാണ് നമ്മൾ ആദ്യം പറയുന്നത്. ഇപ്പൊ നമുക്ക് ആദ്യത്തെ ചിത്രത്തിൽ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. സപ്പോസ് ഇപ്പൊ നമ്മളൊരു ബോഡി നോക്കി, ആ ബോഡി ഒരു 40 മീറ്റർ അപ്പുറത്താണുള്ളത്. നമ്മൾ നോക്കുന്ന പോയിന്റ് നമ്മുടെ അടുത്തുനിന്ന് ഒരു 40 മീറ്റർ അപ്പുറത്താണ് ആ ബോഡി ഉള്ളത്. ഒരു 10 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം നോക്കുമ്പോഴും അതേ 40 മീറ്റർ തന്നെയാണ് ബോഡി ഉള്ളത്. വീണ്ടും ഒരു 10 സെക്കൻഡും കൂടി കഴിഞ്ഞിട്ട് 20 സെക്കൻഡ് ആകുമ്പോൾ നോക്കുമ്പോഴും ബോഡി 40 മീറ്റർ തന്നെയാണ് നിൽക്കുന്നത്. 30 സെക്കൻഡ് കഴിഞ്ഞിട്ട് നോക്കുമ്പോഴും ബോഡി 40 മീറ്ററിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ആ ബോഡി റെസ്റ്റിലാണ്. അപ്പൊ നമ്മൾ അതിന് പോയിന്റ് കഴിയപ്പെടുത്തുകയാണെങ്കിൽ ഇങ്ങനെ വരിക, 10, 20, 30 എക്സ് ആക്സിസിലെ ടൈം ഇങ്ങനെ കൂടുമ്പോഴും വൈ ആക്സിസിലുള്ള പൊസിഷൻ അത് കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ നിൽക്കുകയാണ്. അപ്പൊ നമ്മൾ ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ ഒരു സ്ട്രൈറ്റ് ലൈൻ കിട്ടും. പാരലൽ ടു ദി എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഒരു സ്ട്രൈറ്റ് ലൈൻ ആണ് കിട്ടുക. സോ ദ പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് എ സ്റ്റേഷനറി ഒബ്ജക്ട് ഇസ് എ സ്ട്രൈറ്റ് ലൈൻ പാരലൽ ടു ദ ടൈം ആക്സിസ്. എക്സ് ആക്സിസിൽ അതിലാണ് ടൈം ഉള്ളത്. ടൈം ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഒരു സ്ട്രൈറ്റ് ലൈൻ ആണ് ഒരു സ്റ്റേഷനറി ഒബ്ജക്റ്റിന് കിട്ടുക. അപ്പോൾ പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് എ സ്റ്റേഷനറി ഒബ്ജക്ട് എങ്ങനെയാണ് വരിക? ഒരു സ്ട്രൈറ്റ് ലൈൻ ആണ്. ഇത്രയാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ ഒരു പൊസിഷൻ ടൈം ഗ്രാഫ് സ്ട്രൈറ്റ് ലൈൻ ആയി നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുക? ആ ബോഡി റെസ്റ്റിലാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ക്ലിയർ. രണ്ടാമത്, ഫോർ യൂണിഫോം വെലോസിറ്റി. ഒരു ബോഡി യൂണിഫോം ആയിട്ട്, യൂണിഫോം വെലോസിറ്റി പറഞ്ഞാൽ ഇഫ് എ ബോഡി ട്രാവൽസ് ഈക്വൽ ഡിസ്പ്ലേസ്മെന്റ് ഇൻ ഈക്വൽ ഇൻഡസ് ഓഫ് ടൈം, അല്ലെ? അപ്പൊ ഒരേപോലെ ഒരേ സ്പീഡിൽ ഇങ്ങനെ ട്രാവൽ ചെയ്യാണ്. അങ്ങനെയാണ് ഈ ഗ്രാഫിന്റെ ഷേപ്പ് എങ്ങനെയാ വരിക? ഒരു ലീനിയർ വരും, അല്ലെ? 0 ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ 0 ടൈം ആകുമ്പോൾ 0 ഡിസ്പ്ലേസ്മെന്റ് ആണ് 0 മീറ്റർ. ഇനി 2 സെക്കൻഡ് ആകുമ്പോൾ അത് ഒരു 5 മീറ്റർ എത്തിയിട്ടുണ്ട്. 10 സെക്കൻഡ് ആകുമ്പോൾ 2 സെക്കൻഡിൽ 5 മീറ്റർ. ഇനി 4 സെക്കൻഡ് ആകുമ്പോൾ 10 മീറ്റർ. 6 സെക്കൻഡ് ആകുമ്പോൾ 15 മീറ്റർ. ഇങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ലീനിയർ ആയിട്ടുള്ള, അല്ലെ, ഒരു ലൈനാണ് നമുക്ക് കിട്ടുക. ദ ഗ്രാഫ് വിൽ ബി എ ലീനിയർ ലൈൻ ഇൻക്ലൈൻ ടു ദ ടൈം ആക്സിസ്, അല്ലെ? നമുക്ക് ഒരു ലീനിയർ ലൈൻ ആണ് കിട്ടുക. ഇതിന്റെ സ്ലോപ്പ് കാണുകയാണെങ്കിൽ, ഈ ഗ്രാഫിന്റെ സ്ലോപ്പ്, അതിന്റെ ചെരിവ് കാണുകയാണെങ്കിൽ നമുക്ക് എന്താ കിട്ടുക? The slope of the position time graph represent the velocity of the particle. നമുക്ക് ആ പാർട്ടിയുടെ വെലോസിറ്റി കിട്ടും. കാരണം എന്താ? അടിയിലൂടെ നോട്ട് എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. സ്ലോപ്പ് ഓഫ് ഗ്രാഫ്, ഒരു ഗ്രാഫിന്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വൈ ബൈ ചേഞ്ച് ഇൻ എക്സ് ആണ്. വൈയിലുള്ള സാധനത്തിനെ, വൈയിലുള്ള കോർഡിനേറ്റിനെ എക്സിലുള്ള സാധനം കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ ചേഞ്ച് ഇൻ വൈ ബൈ ചേഞ്ച് ഇൻ എക്സ് ചെയ്താലാണ് നമുക്ക് സാധാരണ ഒരു ഗ്രാഫിന്റെ സ്ലോപ്പ് കിട്ടുക. അപ്പൊ ഈ കേസിൽ നോക്കൂ, ഇവിടെ പിന്നെ ഈ ഗ്രാഫില് വൈയിൽ എന്താ ഉള്ളത്? ഡിസ്പ്ലേസ്മെന്റ്, അല്ലെ? എക്സിലോ ടൈം. സോ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ് നമുക്ക് സ്ലോപ്പ് കണ്ടാൽ കിട്ടുക. ഡിസ്പ്ലേസ്മെന്റ് ടൈം എന്ന് പറഞ്ഞാൽ എന്താ? വെലോസിറ്റി ആണ്. അപ്പൊ നമ്മൾ ഈ ഗ്രാഫിന്റെ സ്ലോപ്പ് കണ്ടാൽ നമുക്ക് എന്ത് കിട്ടും? വെലോസിറ്റി കിട്ടും. അപ്പൊ നമ്മൾക്ക് ഇത് മനസ്സിലാക്കാനുള്ള, ഒരു യൂണിഫോം വെലോസിറ്റി ഉള്ള ഒരു ബോഡിയുടെ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് അല്ലെങ്കിൽ പൊസിഷൻ ടൈം ഗ്രാഫ് എപ്പോഴും എന്തായിരിക്കും? ഒരു ലീനിയർ ലൈൻ ആയിരിക്കും. ഇനി മറ്റൊന്ന്, നോൺ യൂണിഫോം വെലോസിറ്റി. നോൺ യൂണിഫോം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ യൂണിഫോമിലി ആക്സിലറേറ്റഡ് മോഷൻ, അങ്ങനെ വേണമെങ്കിൽ പറയാൻ പറ്റും. യൂണിഫോം ആക്സിലറേഷൻ, കാരണം ആക്സിലറേഷൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ യൂണിഫോം ആക്സിലറേഷൻ എന്ന് പറയുമ്പോഴും അവിടെ പിന്നെ വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നുണ്ടാവും.
അതാണ് നോൺ യൂണിഫോം വെലോസിറ്റി എന്ന് പറഞ്ഞത്. സോ ഒരു യൂണിഫോം ആക്സലറേറ്റഡ് മോഷൻ ആണെങ്കിൽ ഗ്രാഫിന്റെ ഷേപ്പ് എങ്ങനെ വരിക? പൊസിഷൻ ടൈം ഗ്രാഫിന്റെ ഷേപ്പ് പാരാബോളിക് ആണ് വരിക. ദ ഗ്രാഫ് ഈസ് എ പാരാബോളിക്. ദ സ്ലോപ്പ് ഓഫ് ദി ഗ്രാഫ് അറ്റ് എനി ഇൻസ്റ്റന്റ് ഗിവ്സ് ദ വെലോസിറ്റി ഓഫ് ദി പാർട്ടിക്കിൾ അറ്റ് ദാറ്റ് ഇൻസ്റ്റന്റ്. നമുക്ക് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി കാണുന്നുണ്ടെങ്കിൽ അതിന്റെ സ്ലോപ്പ് കണ്ടാൽ മതി, ആ ഇൻസ്റ്റന്റ് സ്ലോപ്പ് കണ്ടാൽ മതി. അപ്പൊ നമ്മളിവിടെ പൊസിഷൻ ടൈം ഗ്രാഫിൽ 3 രൂപത്തിലാണ് പറഞ്ഞത്. ഒന്ന് ബോഡി റെസ്റ്റിലാണെങ്കിൽ പൊസിഷൻ ടൈം ഗ്രാഫ് സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും. ബോഡി യൂണിഫോം വെലോസിറ്റിയിലാണെങ്കിൽ ലീനിയർ ആയിരിക്കും. ബോഡി യൂണിഫോം ആക്സിലറേഷൻ ആണെങ്കിൽ പാരാബോളിക് ആയിരിക്കും. ഇത്രയും കാര്യം മനസ്സിലായല്ലോ. ഇതേപോലെ നമുക്ക് വെലോസിറ്റി ടൈം ഗ്രാഫും പറയാൻ പറ്റും. ഓക്കെ, ഇനി വെലോസിറ്റി ടൈം ഗ്രാഫ്. വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വരിക? വൈ ആക്സിസിൽ എന്തെടുക്കും? വെലോസിറ്റി എടുക്കും. എക്സ് ആക്സിസിൽ ടൈം തന്നെ എടുക്കും. അപ്പൊ എക്സ് ആക്സിസിൽ എല്ലാ സമയത്തും ടൈം തന്നെയാണ് എടുക്കുന്നത്. പൊസിഷൻ ടൈം ഗ്രാഫ് ആണെങ്കിൽ വെലോസിറ്റി വൈ ആക്സിസിൽ പൊസിഷൻ എടുക്കണം. വെലോസിറ്റി ടൈം ഗ്രാഫ് ആണെങ്കിൽ വൈ ആക്സിസിൽ വെലോസിറ്റി എടുക്കണം എന്നുള്ളതാണ്. ഇനി ആദ്യത്തെ കേസ് ഫോർ യൂണിഫോം മോഷൻ. യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ യൂണിഫോം വെലോസിറ്റി. ഒരു ബോഡി യൂണിഫോം വെലോസിറ്റിയിൽ മൂവ് ചെയ്യാണ്, യൂണിഫോം മോഷനിലാണ്. യൂണിഫോം മോഷൻ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും അതിന്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് വരിക? നമ്മളൊരു ബോഡി നോക്കുകയാണ്, സീറോയില് അതിന്റെ വെലോസിറ്റി 5 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇനി നമ്മൾ 2 സെക്കൻഡ് കഴിഞ്ഞ് നോക്കുമ്പോഴും അതിന്റെ സ്പീഡ് എത്ര തന്നെയാണ്? അതിന്റെ വെലോസിറ്റി 5 മീറ്റർ പെർ സെക്കൻഡ് തന്നെയാണ്. 4 സെക്കൻഡ് കഴിഞ്ഞിട്ട് നോക്കുമ്പോഴും 5 മീറ്റർ പെർ സെക്കൻഡ് തന്നെയാണ്, അല്ലെ? 6 സെക്കൻഡ് കഴിഞ്ഞ് നോക്കുമ്പോഴും 5 മീറ്റർ. അപ്പൊ എപ്പോഴും അതിന്റെ വെലോസിറ്റി ഇങ്ങനെ കോൺസ്റ്റന്റ് ആയി പോകും. അപ്പൊ വെലോസിറ്റി നമ്മൾ ടൈം തമ്മിൽ ഗ്രാഫ് വരക്കണേ നമുക്ക് എങ്ങനെ കിട്ടുക? ഒരു സ്ട്രൈറ്റ് ലൈൻ ആണ് കിട്ടുക, അല്ലെ? പാരലൽ ടു ദി ടൈം ആക്സിസ്, അല്ലെ? എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഒരു സ്ട്രൈറ്റ് ലൈൻ ആണ് കിട്ടുക. നോക്കൂ, ദ വെലോസിറ്റി ടൈം ഗ്രാഫ് ഈസ് എ സ്ട്രൈറ്റ് ലൈൻ പാരലൽ ടു ദി ടൈം ആക്സിസ്. അപ്പോൾ നമുക്ക് ഇവിടെ പറയാനുള്ളത് എന്താണ്? ഒരു ബോഡിയുടെ വി ടി ഗ്രാഫ്, വെലോസിറ്റി ടൈം ഗ്രാഫ്, അതാണ് വി ടി എന്ന് പറഞ്ഞത്. വെലോസിറ്റി വി, ടൈം ടി. സോ വി ടി ഗ്രാഫ് സ്ട്രൈറ്റ് ലൈൻ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? അത് യൂണിഫോം വെലോസിറ്റിയിലാണെന്ന് പറയാൻ പറ്റും. നേരെ മറിച്ച് ഒരു ബോഡിയുടെ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് അല്ലെങ്കിൽ പൊസിഷൻ ടൈം ഗ്രാഫ് സ്ട്രൈറ്റ് ലൈൻ ആണെങ്കിലോ ബോഡി റെസ്റ്റിലാണ്. കൺഫ്യൂഷൻ ആയി പോകരുത്. ക്ലിയർ? വെലോസിറ്റി ടൈം ഗ്രാഫ് സ്ട്രൈറ്റ് ലൈൻ ആണെങ്കിൽ അത് യൂണിഫോം വെലോസിറ്റി ആണ്. എന്നാൽ പൊസിഷൻ ടൈം ഗ്രാഫ് ആണ് സ്ട്രൈറ്റ് ലൈൻ വെച്ചാലോ റെസ്റ്റിലാണ്. ഇനി യൂണിഫോം വെലോസിറ്റിയിൽ വി ടി ഗ്രാഫിന്റെ ഷേപ്പ് എങ്ങനെയാ വരിക? യൂണിഫോം മോഷൻ ആണെങ്കിൽ ഒരു ബോഡി യൂണിഫോം മോഷൻ അല്ലെങ്കിൽ യൂണിഫോം വെലോസിറ്റിയിൽ മൂവ് ആണെങ്കിൽ വി ടി ഗ്രാഫ് എങ്ങനെയാ വരിക? സ്ട്രൈറ്റ് ലൈനാ വരിക. എന്നാൽ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് എങ്ങനെയാ വരിക? ലീനിയർ ആണ് വരിക. ഒക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കണക്ട് ചെയ്ത് ഇങ്ങനെ പറഞ്ഞു പഠിക്കണം, കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ഏരിയ അണ്ടർ ദി വെലോസിറ്റി ടൈം ഗ്രാഫ്, നമ്മൾ ഈ ഗ്രാഫിന്റെ അടുത്ത് ഏരിയ കാണുകയാണെങ്കിൽ നമുക്ക് എന്താ കിട്ടുക? ഇസ് ഈക്വൽ ടു ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദി പാർട്ടിക്കിൾ. ആ ഗ്രാഫിന്റെ ആ പാർട്ടിക്കിളിന്റെ ഡിസ്പ്ലേസ്മെന്റ് കിട്ടും. അതെങ്ങനെ കിട്ടും? നോട്ട് എന്ന് പറഞ്ഞ അടിയിൽ കൊടുത്തിട്ടുണ്ട്. ഏരിയ ഓഫ് എ ഗ്രാഫ്, ഒരു ഗ്രാഫിന്റെ ഏരിയ കാണാണ് വൈ കോർഡിനേറ്റ് ഇൻറ്റു എക്സ്, എക്സ് കോർഡിനേറ്റ് ചെയ്താൽ മതി. വൈയിലുള്ള കോർഡിനേറ്റിനെ എക്സിലെ കോർഡിനേറ്റ് മൾട്ടിപ്ലൈ ചെയ്യുക, രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുക, ആ കിട്ടുന്ന സാധനമായിരിക്കും ഒരു ഗ്രാഫിന്റെ ഏരിയ. അപ്പോൾ ഇവിടെ ഈ കേസിൽ ഏത് ഗ്രാഫ്, ജനറൽ ആയിട്ടുള്ള ഐഡിയ ആണ്, ഏത് ഗ്രാഫിന്റെയും അടിയിലുള്ള ഏരിയ കാണണമെങ്കിൽ വൈ കോർഡിനേറ്റ് ഇൻറ്റു എക്സ് കോർഡിനേറ്റ് ചെയ്താൽ മതി. ഇപ്പൊ ഇവിടെ വൈയിൽ എന്താ ഉള്ളത്? വെലോസിറ്റി ആണ്. എക്സ് ആക്സിലോ ടൈം ആണ്. അപ്പൊ വെലോസിറ്റി ഇൻറ്റു ടൈം ചെയ്താൽ എന്താ കിട്ടുക നോക്കിയാൽ മതി. വെലോസിറ്റി ഇൻറ്റു ടൈം ചെയ്താൽ എന്താ കിട്ടുക? നമുക്ക് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ടൈം ആണ്. സോ വെലോസിറ്റി ഇൻറ്റു ടൈം ചെയ്താൽ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് കിട്ടും. അപ്പോൾ ഏരിയ അണ്ടർ വി ടി ഗ്രാഫ് ഗിവ്സ് ദ ഡിസ്പ്ലേസ്മെന്റ്. പരീക്ഷ ചോദിച്ചിട്ടുണ്ട് സെന്റൻസ്. ഓക്കെ, ഇനി യൂണിഫോം ആക്സലറേഷൻ. അപ്പോൾ നമ്മൾ യൂണിഫോം മോഷൻ ആണെങ്കിൽ നമ്മൾ പറഞ്ഞു വി ടി ഗ്രാഫ് എങ്ങനെയാണ് വരിക? സ്ട്രൈറ്റ് ലൈൻ ആണ് വരിക. ഇനി യൂണിഫോം ആക്സലറേഷൻ ആണെങ്കിൽ വി ടി ഗ്രാഫ് ലീനിയർ ആണ് വരിക. വി ടി ഗ്രാഫ് ലീനിയർ ആകുമ്പോൾ യൂണിഫോം ആക്സലറേഷൻ ആണ്. എന്നാൽ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് ലീനിയർ ആകുമ്പോഴോ യൂണിഫോം മോഷൻ ആണ്. യൂണിഫോം ആക്സലറേഷൻ മോഷന് യൂണിഫോമിലി ആക്സലറേറ്റഡ് മോഷൻ ആണെങ്കിൽ വി ടി ഗ്രാഫ് ലീനിയർ ആണ്. എന്നാൽ എക്സ് ടി ഗ്രാഫോ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫോ പാരാബോളിക് ആണ് വരിക. ക്ലിയർ? സ്ലോപ്പ് ഓഫ് ദി ഗ്രാഫ് ഗിവ്സ് ദി ആക്സലറേഷൻ ഓഫ് ദി പാർട്ടിക്കിൾ, അല്ലെ? നമുക്ക് അതിന്റെ സ്ലോപ്പ് കണ്ടാൽ ആക്സലറേഷൻ ആണ് കിട്ടുക. കാരണം സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ വൈയിലുള്ള സാധനത്തിന് എക്സിലുള്ള സാധനം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. വൈയിൽ ഇവിടെ എന്താണ്? വെലോസിറ്റി. വെലോസിറ്റിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ചെയ്താൽ എന്താ കിട്ടുക? ആക്സലറേഷൻ ആണ്. അപ്പോൾ വി ടി ഗ്രാഫിന്റെ സ്ലോപ്പ് കണ്ടാൽ നമുക്ക് എന്ത് കിട്ടും? ആക്സലറേഷൻ കിട്ടും. ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് കണ്ടാലോ വെലോസിറ്റി ആണ് കിട്ടുക. ഓക്കെ, അപ്പോ നമ്മളിവിടെ പറഞ്ഞത് വെലോസിറ്റി ടൈം ഗ്രാഫ് യൂണിഫോം ആക്സലറേഷൻ ആണെങ്കിൽ, കോൺസ്റ്റന്റ് ആക്സലറേഷൻ ആണെങ്കിൽ ഒരു ലീനിയർ ലൈൻ ആണ് കിട്ടുക. ഓക്കെ, ഇനി വെലോസിറ്റി ടൈം ഗ്രാഫ് ഷോയിങ് ദ ഒബ്ജക്റ്റ് വിത്ത് കോൺസ്റ്റന്റ് നെഗറ്റീവ് ആക്സലേഷൻ. ആക്സലേഷൻ നെഗറ്റീവ് ആണെങ്കിൽ നേരെ താഴേക്കാണ് ലീനിയർ ലൈൻ നമ്മൾ വരയ്ക്കേണ്ടി വരിക. അടിയിലേക്ക് ഇങ്ങനെ വരയ്ക്കേണ്ടി വരും. അവിടെ അടിയിൽ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. കോൺസ്റ്റന്റ് ആക്സലേഷൻ ആണെങ്കിൽ മുകളിലേക്ക്, കോൺസ്റ്റന്റ് വെലോസിറ്റി ആണെങ്കിൽ സ്ട്രൈറ്റ് ലൈൻ വരും. അതാണ് നമ്മൾ പറഞ്ഞ യൂണിഫോം വെലോസിറ്റി. കോൺസ്റ്റന്റ് ഡിസലറേഷൻ ആണെങ്കിൽ അടിയിലേക്ക് വരും. ഇനി മൂന്നാമത്തെ ഒരു കേസ് നോൺ യൂണിഫോം ആക്സലേഷൻ മോഷൻ. നോൺ യൂണിഫോം, മറ്റേത് നമ്മൾ യൂണിഫോം ആക്സലേഷൻ ആണ് പറഞ്ഞത്. അടുത്ത് നോൺ യൂണിഫോം ആക്സലേഷൻ.
നോൺ യൂണിഫോം ആക്സിലറേഷൻ ആകുമ്പോൾ നമുക്ക് പാരാബോളിക് എന്നുള്ള ഷേപ്പാണ് കിട്ടുന്നത്. വെലോസിറ്റി ടൈം ഗ്രാഫ് നമുക്ക് എന്തായിരിക്കും വരിക? ഇൻക്രീസിങ് ആക്സിലറേഷൻ ആണെങ്കിൽ ഇങ്ങനെ മുകളിലേക്കാണ് വരിക, ഡിക്രീസിങ് ആക്സിലറേഷൻ താഴത്തേക്കാണ് വരിക. രണ്ടാമത്തെ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത് ഒരു മോഷനെ എങ്ങനെ ഗ്രാഫ് ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ആ കാര്യങ്ങളാണ് പറഞ്ഞത്. നമുക്ക് രണ്ട് രൂപത്തിലുള്ള ഗ്രാഫുകളാണ് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. പൊസിഷൻ ടൈം ഗ്രാഫും ഉണ്ട്, വെലോസിറ്റി ടൈം ഗ്രാഫും ഉണ്ട്. പൊസിഷൻ ടൈം ഗ്രാഫിൽ തന്നെ 3 കേസുകൾ നമ്മൾ പറഞ്ഞു. ബോഡി റെസ്റ്റിലാകുമ്പോൾ സ്ട്രൈറ്റ് ലൈൻ ആണ്. ബോഡി യൂണിഫോം വെലോസിറ്റിയിൽ മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ യൂണിഫോം വെലോസിറ്റിയിൽ മൂവ് ചെയ്യുമ്പോൾ ലീനിയർ ആണ്. യൂണിഫോം ആക്സിലറേഷൻ ആകുമ്പോൾ പാരാബോളിക് ആണ്. ഇനി വെലോസിറ്റി ടൈം ഗ്രാഫ്, വി ടി ഗ്രാഫ്, അവിടെയും 3 ഉണ്ട്. ബോഡി യൂണിഫോം വെലോസിറ്റിയിലാണെങ്കിൽ സ്ട്രൈറ്റ് ലൈൻ ആണ്. ബോഡി യൂണിഫോം ആക്സിലറേഷൻ ആണെങ്കിൽ ലീനിയർ ലൈൻ ആണ്. ബോഡി യൂണിഫോം നോൺ യൂണിഫോം ആക്സിലറേഷൻ ആണെങ്കിൽ പാരാബോളിക് ആണ്. ഇത്രയും കാര്യം നന്നായിട്ട് മനസ്സിലാക്കുക. ഇതിലുള്ള ചിത്രങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ നിർത്തുകയാണ്. ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് മോഷൻ എന്നുള്ള ഭാഗമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, താങ്ക് യു.